നമുക്കിന്ന് നല്ല കഥ കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, ആവണി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പറയാൻ പോകുന്ന കഥയാണ് കുഞ്ഞുണ്ണിയും വല്യുണ്ണിയും. ഒരിടത്ത് കുഞ്ഞുണ്ണിയും വല്യുണ്ണി എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി പാവമാണ്, വല്യുണ്ണി ആവട്ടെ മഹാവികൃതിയും. ഒരു ദിവസം രണ്ടുപേരും കൂടെ പാടത്ത് കളിക്കാൻ പോയി. നിറയെ നെല്ലുള്ള പാടം കണ്ടപ്പോ വല്യുണ്ണിക്ക് സന്തോഷമായി. അയ്യട, നെൽച്ചെടികളുടെ കൂടെ ഓടിക്കളിക്കാം, തത്തകളെ കല്ലെറിയാം, ഹി ഹി, വല്യുണ്ണി പറഞ്ഞു. അത് കേട്ട് കുഞ്ഞുണ്ണി തടഞ്ഞു. വല്യുണ്ണി നിക്കണേ, തത്തകളെ കല്ലെറിയല്ലേ, കതിരുകൾ ചവിട്ടി ഒടിക്കല്ലേ, ചെമ്പത്ത് കുത്തി മറിയല്ലേ. പക്ഷെ വല്യുണ്ണി ഒന്നും കേൾക്കുന്നില്ല. വല്യുണ്ണി കല്ലുകളുമായി തത്തകൾക്ക് പിറകെ ഓടിച്ചെന്നു. കണ്ട് തത്തകളെല്ലാം പേടിച്ച് മാവിലേക്ക് പറന്നുപോയി. വല്യുണ്ണിക്ക് ദേഷ്യം വന്നു. അവൻ മാവിന്റെ ചുട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തത്തകൾക്ക് നേരെ തുരുതുരാ കല്ലെറിയാൻ തുടങ്ങി. വല്യുണ്ണി എറിഞ്ഞ ഒരു കല്ല് ഉന്നം തെറ്റി കല്ല് മാവിന്റെ തടിയിൽ കൊണ്ട് തിരിച്ചു വന്ന് വല്യുണ്ണിന്റെ നെറ്റിയിൽ പതിച്ചു. വേദന കൊണ്ട് വല്യുണ്ണി കരയാൻ തുടങ്ങി. അമ്മേ, അച്ഛാ, ഓടി വരണേ. വല്യുണ്ണീന്റെ സൗണ്ട് കേട്ട് അച്ഛനും അമ്മയും ഓടിയെത്തി. അവർ വല്യുണ്ണിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോ വല്യുണ്ണീന്റെ വേദനയൊക്കെ മാറി. ആ പാവം തത്തകളെ കല്ലെറിഞ്ഞോണ്ടല്ല അങ്ങനെയൊക്കെ പറ്റിയത്. ഇനി ആരും ഉരുവിക്കില്ല കേട്ടോ, അമ്മ പറഞ്ഞു. വല്യുണ്ണിക്ക് തന്റെ തെറ്റു മനസ്സിലായി. അവൻ നല്ല കുട്ടിയായി മാറുകയും ചെയ്തു. കൂട്ടുകാർക്ക് എന്റെ കഥ ഇഷ്ടമായോ? എന്നാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.